ഓക്കെ, നമ്മുടെ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 9 പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിലെ ബേസിക് തൊട്ട് അവസാനം വരെയുള്ള വീഡിയോസ് ആണ്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ നമ്പേഴ്സ് തന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് നോക്കാം. അതായത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 43 × 47 എന്നാണ്. ഇതിനെ ഡയറക്റ്റ്ലി 43 × 47 എന്ന് പറഞ്ഞ് ചെയ്യാണ്ട് നമുക്കൊരു ഓൾജിബ്രിക് ഐഡന്റിറ്റി വെച്ചിട്ട് ഇതിനെ സോൾവ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ഫസ്റ്റ് സെക്ഷൻ പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അന്നേരം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 43 × 47 എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഇതിനെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് 43നെ 40 + 3 എന്നും അതേപോലെ 47നെ ഞാൻ എന്തെടുക്കുന്നു 40 + 7 എന്നും പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a + b × c + d ഇങ്ങനെ ഒരു സംഭവം വന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം a × c ചെയ്യുക. ഓക്കെ, അതായത് a × c ഫസ്റ്റ് ചെയ്യുക. രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം a × രണ്ടാമത്തെ നെക്സ്റ്റ് ടേമായിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് വരും, a × d എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു സൈൻ വേണമല്ലോ, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. അതെങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിളാണ്. ഈ കിടക്കുന്ന ടേമും ഇപ്പുറത്തെ ഒരു ടേമുമായിട്ടായിരിക്കുമല്ലോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈൻ ഏതാണോ അത് തന്നെ ആയിരിക്കും. അതായത് ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. സോ പോസിറ്റീവ് × പോസിറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സൈന് പ്ലസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇത് പോസിറ്റീവും ഇവിടെ കിടക്കുന്ന ഒന്ന് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ പോസിറ്റീവ് × നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സൈൻ എന്ത് വന്നേനെ, നെഗറ്റീവ് വന്നേനെ. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു സൈനിനെ ഡിസൈഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ സെക്ഷൻ കഴിഞ്ഞു. എ വെച്ച് സീനെ ഇൻറ്റു ചെയ്തു, എ വെച്ച് ഡീനെ നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബി എന്ന് പറയുന്ന ഈ സെക്കൻഡ് ടൈമിനെ വെച്ചിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ ബിയും സിയും കൂടെ ഇൻറ്റു ചെയ്യുക. ഇവിടെ നോക്കുക, ബിയും പോസിറ്റീവാണ്, സിയും പോസിറ്റീവാണ്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ആയിരിക്കും. അടുത്ത് എന്താ ചെയ്യുക, ബി × സി ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യുക, ഈ സെയിം ബി വെച്ചിട്ട് ഡിയെയും കൂടെ ഇൻറ്റു ചെയ്യണം. ബിയും പോസിറ്റീവാണ്, ഡിയും പോസിറ്റീവാണ്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറും പോസിറ്റീവ് ആയിരിക്കും. സോ പ്ലസ് ബി ഡി. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ എന്തായിരിക്കും, അപ്പം 40 × 40, അതായത് ഈ 40യും ഈ 40നെയും കൂടെ ഇൻറ്റു ചെയ്യുക. കിട്ടാൻ പോകുന്ന ആൻസർ 40 പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സോ 40 × 40 ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്താ, ഈ 40 × 7 ചെയ്യുക. ഓക്കെ, 40യും പോസിറ്റീവാണ്, 7ഉം പോസിറ്റീവാണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ ഞാൻ പ്ലസ് ഇടുന്നു, 40 × 7 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 40യുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ കിടക്കുന്ന 3യുടെ സെക്ഷനാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പം 3 × 40 ഞാൻ ചെയ്യുന്നു. 3യും പോസിറ്റീവാണ്, 40യും പോസിറ്റീവാണ്. സോ എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ പ്ലസ് ആയിരിക്കും. എന്നിട്ട് 3 × 40 എന്ന് ഞാൻ കൊടുക്കുന്നു. ഇനി എന്തെടുക്കുക, ഈ പറയുന്ന 3നെ 7 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം 3 എന്ന് പറയുന്നതും പോസിറ്റീവാണ്, 7 എന്ന് പറയുന്നതും പോസിറ്റീവാണ്. സോ എന്തായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസറും പോസിറ്റീവ് ആയിരിക്കും. സോ എന്താ ചെയ്യുക, 3 × 7 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നമ്മൾ ഏറെക്കുറെ ഫിനിഷ് ചെയ്തു. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഫസ്റ്റ് സെക്ഷൻ നോക്കാം. 40 × 40 എത്ര ആണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, 4 × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, 16 കിട്ടും. പിന്നെ ഉള്ള എന്താ, 2 0 അപ്പോൾ ആ 2 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്, 40 × 7 ചെയ്യാം. ഓക്കെ, അതങ്ങനെ ചെയ്യുന്നത് സിമ്പിളായിട്ട് 4 × 7 ചെയ്യുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. 28 എന്നിട്ട് എന്തെടുക്കുക, ഈ ഒരു 0നെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. പ്ലസ് 3 × 40 ചെയ്യാം. അത് കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ 3 × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, 12 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി, ഈ ഒരു 0 ആഡ് ചെയ്താൽ മതി. പ്ലസ് 3 × 7 ഇനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടും, നമുക്ക് 21 എന്ന് കിട്ടും. ഇനി ഫൈനൽ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക,
ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2021 എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. ഓക്കെ, എനിക്കിനിപ്പോൾ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ അല്ലെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്നാ എടുക്കണം? ഇതിനെ അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് ആക്കാണ്ട് ഡയറക്റ്റ്ലി ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കണം. അതായത് 43 × 47 എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കണം. എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? 2021 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. അപ്പം ഈ ഒരു മെത്തേഡിൽ കൂടെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനെ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ലൈവ് സെഷൻ ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ആയാൽ മതി. നമ്മുടെ ടീം ഉടൻ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ ലൈവ് സെഷൻ ക്ലാസ്സസ് നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.